അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഉദ്ദേശങ്ങളുണ്ട്. അല്ലാഹു തആല ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും, നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, രോഗികളായി, അതുപോലെ ഓപ്പറേഷന് തീയതി പറഞ്ഞു വെച്ചവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും റബ്ബ് മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഖൈറായ ജീവിതം നമുക്ക് അല്ലാഹു നൽകട്ടെ. ഖൈറായ സമയത്ത് ഖൈറായത് പറഞ്ഞ് ഖൈറായ മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നസീബാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി മക്കൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, ഞങ്ങളുടെ പരീക്ഷകളൊക്കെ വരികയാണ്, 10ാം ക്ലാസ്, +1, +2. അപ്പോൾ ഇപ്പോഴേ ബേജാറ് തുടങ്ങിയിരിക്കുന്നു. പിന്നെ പല സിലബസ് ഉണ്ടല്ലോ, കേരള സിലബസ് ഉണ്ട്, CBSE സിലബസ് ഉണ്ട്, പിന്നെ പല പല സിലബസുകൾക്കും പല രൂപത്തിലാണ് എക്സാമുകൾ വരുന്നത്. ഇപ്പോൾ പലരുടെയും എക്സാം കഴിഞ്ഞു, ചില ആളുകൾക്ക് വരാനിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ജനുവരി, ഇനി ഫെബ്രുവരിയിൽ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല രൂപത്തിൽ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും വെക്കേഷനാണ് അല്ലേ, പിന്നെ ജൂണിലാണ് തുറക്കുന്നത്, സ്കൂൾ തുറക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, പലർക്കും പല രൂപത്തിൽ. ചില ആളുകൾക്ക് സ്കൂൾ അടക്കുമ്പോൾ, ചില ആളുകൾക്ക് തുറക്കും, ചില ആൾക്കാർക്ക് പരീക്ഷയാകുമ്പോൾ, ചില ആൾക്കാരുടെ റിസൾട്ട് വരും. അങ്ങനെ പലരും പല കോലത്തിലും രൂപത്തിലുമാണ്. എന്ത് തന്നെയാണെങ്കിലും അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നവരാണ്, അവർക്കെല്ലാവർക്കും ഉന്നതമായ പഠനം നീ കൊടുക്കണേ അല്ലാ, ഉന്നതമായ വിജയം കൊടുക്കണേ റഹ്മാനെ, ഉന്നതമായ ഭാവി കൊടുക്കണേ അല്ലാ, ഭാവി ബാസുരമാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കളുടെ വിഷയം പറഞ്ഞിട്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഇപ്പോൾ ഒരു സഹോദരി അവർ പറഞ്ഞത്, ഉസ്താദെ, എൻ്റെ മകൻ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. അതായത് ഈ നിരീശ്വരവാദത്തിൻ്റെ ചോദ്യങ്ങൾ, യുക്തിവാദത്തിൻ്റെ ചോദ്യങ്ങൾ പലതും ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ എന്ത് ചെയ്യുക, ഓനെ നമ്മുടെ അടുത്തേക്ക് വിടുക, അവനുമായിട്ട് സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാ വേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഇന്നിപ്പോൾ പല യൂട്യൂബിലെ പല വീഡിയോകളും കണ്ടിട്ട് ദീൻ തന്നെ വേണ്ട, ഇസ്ലാമൊക്കെ വെറുതെ പഴഞ്ച, അതൊക്കെ പണ്ടുള്ള ഇതാണെന്നൊക്കെ പറഞ്ഞ്, അള്ളയില്ല, മുത്ത് റസൂലില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യുക്തിവാദത്തിലേക്ക്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പലരും പോവുകയാണ്. കുറേ ആളുകൾ പ്രേമത്തിൻ്റെ പുറകെ പോകുന്നു, നൈരാശ്യത്തിൻ്റെ പുറകെ പോകുന്നു, പലരും ലഹരിക്കടിമയാകുന്നു, പലരും പല പേക്കൂത്തുകൾ കാണിക്കുന്നു. നമ്മുടെ മക്കൾ പല രൂപത്തിലേക്ക് പോവുകയാണ്. പടച്ച റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവിധ ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള മോശപ്പെട്ട എല്ലാ കാര്യങ്ങളെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയുകയാണ്, ഇപ്പം നമ്മുടെ മക്കൾ അല്ലെ, സ്കൂളിലേക്ക് സുബഹി നിസ്കരിച്ചിട്ട് ചായം കുടിച്ചു പോകുന്ന മക്കൾ തിരിച്ചു വരുമ്പോൾ മഗ്രിബ് നിസ്കരിക്കൂല, ഇശാ നിസ്കരിക്കൂല. ചോദിക്കും, എന്താ പറയുക, എന്തിനാ നിസ്കരിച്ചിട്ട്? എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞല്ലോ നിസ്കരിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, അല്ല ഉണ്ടെങ്കിൽ എവിടെ? അങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങൾ ചോദിക്കും. വാപ്പമാരും ഉമ്മമാരും പലപ്പോഴും മുട്ടിപ്പോകും, എന്താണ് മകന് സംഭവിച്ചതെന്ന് അറിയില്ല. ആ സമയത്തൊക്കെ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മഹല്ലത്തിലെ ഉസ്താദുമാരുടെ അടുക്കൽ നമ്മുടെ മക്കളെ കൊണ്ടുപോവുക. എന്നിട്ട് ആ ഉസ്താദിനോട് ഇങ്ങനെ ഒരുപാട് നിരീശ്വരവാദത്തിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കും. ഉസ്താദുമാർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു തരും. കാരണം ഒരുപാട് വിഷം കുത്തി നിറക്കുകയാണ് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇന്ന് പല ആളുകളും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള അവസ്ഥകൾ വരുന്നതിന് തൊട്ട് നമ്മൾ പ്രത്യേകം നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണം. അതോടൊപ്പം തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മുടെ മഹല്ലത്തിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ മക്കളെ നേർവഴിയിലാക്കേണ്ട ബാധ്യത ഓരോ മാതാപിതാക്കൾക്കുമുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധമായ പരിപാവനമായ റജബ് മാസത്തിൻ്റെ 18ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 18ാമത്തെ പകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ റജബ് ഓരോന്നും ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഇൻഷാ അല്ലാ നമ്മൾ പ്രത്യേകം ദ്വാരക്കുക എല്ലാ കാര്യത്തിനും വേണ്ടി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയും നമ്മുടെ മക്കളെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ അവസാനം ദുആരക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് നിങ്ങൾ ഭംഗിയാക്കണം, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കണം, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം. എല്ലാത്തിനും പറ്റുന്ന ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ഇന്ന് പലർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഓൾഡ് ദിക്റായി മാറി. പഴയ ആളുകൾ പറയുന്നതാണ്, അതൊന്നും എന്താ ഇപ്പം പറയണോ, വെറൈറ്റി ദിക്റുകളല്ലേ വേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. ദിക്റുകളുടെ രാജാവ്, നേതാവ് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റോടൊപ്പം തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുകൂടി ചേർത്തിട്ട് ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ മജ്ലിസിൽ അത് ഒരുപാട് വട്ടം പറയാം. അല്ലാഹു തആല ഈ മരിക്കുന്ന സമയത്ത് ഈ ഒരു പുണ്യമായ കലിമ പറഞ്ഞ് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു.
لا إله إلا الله محمد رسول الله 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 സ്വർഗത്തിൽ നമുക്ക് കൃഷി ഇറക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തിൽ വൃക്ഷം നടപ്പെടും നമുക്ക് വേണ്ടി എന്തു പറഞ്ഞാൽ ഒരു ദിക്ർ പറഞ്ഞാൽ നമ്മൾ ദുന്യാവിൽ വെച്ച് ഈ ഒരു ദിക്ർ പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കൃഷി അല്ലാഹു തആല ചെയ്യുമെന്നാണ്. അത് എത്രമാത്രം പ്രതിഫലങ്ങളുണ്ട് എന്ന് മൊത്തത്തിൽ ആ ഒരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും സ്വർഗത്തിൽ ഒരുപാട് കൃഷി ഉണ്ടാവണം. അതിന് ദുനിയാവിൽ വെച്ച് നമുക്ക് പറയണം. എന്ത് പറഞ്ഞോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എല്ലാ അപകട, മുസീബത്ത്, ആപത്ത്, സിഹ്റ്, കണ്ണേറിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മുത്ത് റസൂൽ നമ്മെ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ? أعوذ بكلمات الله التامات من شر ما خلق 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 أعوذ بكلمات الله التامات من شر ما خلق. വിശുദ്ധമായ റജബ് മാസം, റജബിലും ഷഅബാനിലും റമളാനിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റമളാനിൽ ആദ്യത്തെ 10-ലും 2-ാമത്തെ 10-ലും 3-ാമത്തെ 10-ലും വ്യത്യസ്തമായ ദിക്റുകളുണ്ട്. അതുപോലെ ഷഅബാനിൽ നമുക്ക് ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുണ്ട്. ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന പുണ്യമായ റജബ് മാസം, ഈ റജബ് മാസത്തിൽ നബിതങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും പ്രത്യേകം പറഞ്ഞിരുന്നൊരു ദുആ, നമ്മളൊക്കെ എല്ലാ വീഡിയോകൾക്ക് തുടക്കവും അതുപോലെ തന്നെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ നമ്മൾ പറഞ്ഞൊരു ദുആയുണ്ട്. റജബിലും ഷഅബാനിലും ബറക്കത്തിനെ ചോദിക്കുന്ന ദുആ. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان.
اللهم بارك لنا في رجب وشعبان وبلغنا رمضان 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 വിശുദ്ധമായ റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പ്രധാനമായും പറഞ്ഞ ദിക്റുകളിൽ ഒന്നാണ് സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ. രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ പറഞ്ഞു സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. അപ്പോൾ ഈ രണ്ടാമത്തെ 10ന്റെ സുന്ദരമായ ഈ ദിനങ്ങളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റിയ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം 100 വട്ടമെങ്കിലും ചുരുങ്ങിയത് പറയണമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ച ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് കുറച്ച് വട്ടം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 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 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ്. പുണ്യമായ റജബ് മാസത്തിന്റെ
എല്ലാ ദിവസവും 70 വട്ടം പറയൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു സുന്ദരമായ ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. അതൊരു ഇസ്തിഗ്ഫാറിന്റെ വചനം കൂടിയാണ്. അല്ലാഹുവേ ഗഫിർലി, നീ എനിക്ക് പുറത്തു തരണം, വർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണം, വതുബ് അലയ്യ, അല്ലാഹുവേ എൻ്റെ തൗബ നീ സ്വീകരിക്കണം. ഓരോ ദിവസവും എത്രയോ തെറ്റാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറഞ്ഞു. അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വതുബ് അലയ്യ. 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 اللهم اغفر لي وارحمني وتب علي. 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ ഈ ദിക്റിൻ്റെ മജ്ലിസിൽ ആരെല്ലാം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകട്ടെ. എല്ലാ വിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് റബ്ബ് നമ്മളെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, നാസ് ഇതൊക്കെ ഓതിയിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആയിലേക്ക് കിടക്കാം. എല്ലാവരും ഇൻഷാ അള്ളാഹ് ആത്മാർത്ഥമായി ഈ സൂറത്തുകൾ ഓതുക. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഓതുന്നതൊക്കെ കേട്ടിരുന്നാൽ തന്നെ, ഖുർആനായ ആയത്തുകൾ സൂറത്തുകളൊക്കെ ഓതുന്നത് കേട്ടിരുന്നാൽ തന്നെ വലിയ പുണ്യമാണ് ഇൻഷാ അല്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أرحم الراحمين يا കരുണയുള്ള റബ്ബേ രാജാതിരാജനായ റഹ്മാനേ ഞങ്ങളെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ നീ കബൂൽ ചെയ്യണേ നാഥ അല്ലാഹുവേ റഹ്മാനായ റഹീമായ പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്നും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും റബ്ബേ ചെറുതും വലുതുമായ ഒരുപാട് അബദ്ധങ്ങൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ഞങ്ങളിതാ സമ്മതിക്കുകയാണ് ഞങ്ങളിതാ തൗബ ചെയ്യുകയാണ് റഹ്മാനെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കൾ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ സ്നേഹിതന്മാർ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ പലരും ഖബറിലാണ് അല്ലാ അവർക്കെല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് വിഷമങ്ങൾ അറിയുന്ന നാഥ ഞങ്ങളുടെ വിഷമങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ ഹലാലായ മുറാദുകൾ അറിയുന്ന നാഥ ഞങ്ങളുടെ മനസ്സിന്റെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ ഞങ്ങളുടെ ശരീരത്തിന്റെ വേദന അറിയുന്ന റബ്ബേ ഞങ്ങളുടെ ശാരീരികമായ വേദന നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ അറിയുന്ന റബ്ബേ ഞങ്ങളുടെ മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് ഉമ്മമാരുപ്പമാര് ദുആ വസിയത്ത് പറയുന്നുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെയും കമന്റ് രേഖപ്പെടുത്തുന്നവരുണ്ട് നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് റഹ്മാനെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യം പറഞ്ഞ് ദുആ വസിയത്ത് നടത്തുന്നു അവരുടെയും ഞങ്ങളുടെയും രോഗങ്ങൾ നീ ശിഫയാക്കി തരണേ അല്ലാ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെടുത്താത്ത ദുഹാ നിസ്കാരം നഷ്ടപ്പെടുത്താത്ത അതുപോലെ വിത്ർ നിസ്കരിക്കുന്ന എല്ലാ ദിവസവും യാസീൻ ഓതുന്ന അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒരുപാട് സുന്നത്തായ നോമ്പുകൾ പിടിക്കുന്ന ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഉമ്മമാരുള്ള ഉപ്പമാരുള്ള സദസ്സാണ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ ഈ പറയുന്നവന് യോഗ്യതയില്ലെങ്കിലും ഈ ആമീൻ പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുടെ കരങ്ങൾ നീ തട്ടിക്കളയല്ലേ അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നീ സഫലീകരിച്ച് തരണേ അല്ലാ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ ദുഃഖങ്ങൾ ദൂരീകരിക്കണേ അല്ലാ മനസ്സിന് നീ സന്തോഷം തരണേ അല്ലാ ശാരീരികമായ വേദന മാറ്റിത്തരണേ അല്ലാ നരമ്പിന്റെ പ്രശ്നം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ഹൃദയത്തിന് പ്രശ്നം വാൽവിന് പ്രശ്നം അതുപോലെ കിഡ്നിക്ക് കരളിന് സ്ട്രോക്ക് വന്നവര് ക്യാൻസർ ഉള്ളവര് റഹ്മാനെ പേരില്ലാത്ത മരുന്നില്ലാത്ത ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുണ്ട് എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ ആജിലായ കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാ മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ അല്ലാ
അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ഉമ്മമാർ, അവരുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതുകയാണ്. പലരുടെയും പരീക്ഷകൾ കഴിഞ്ഞു, ഇനി വരാനിരിക്കുന്നു. എല്ലാ പരീക്ഷകളിലും ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾ അഭിമുഖീകരിക്കുന്ന പരീക്ഷകൾ, എക്സാമുകൾ എല്ലാത്തിലും നീ ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. എല്ലാം നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പഠിക്കുന്നതൊക്കെ ഓർമ്മശക്തിയിൽ വെക്കാനും അതനുസരിച്ച് പരീക്ഷ എഴുതാനും തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്റർവ്യൂവിന് പോകുന്ന, അതുപോലെ വിദേശത്ത് പോകുന്ന ഒരുപാട് ഞങ്ങളുടെ സ്നേഹിതന്മാരുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് പറഞ്ഞ് പലരും ദുആ വസിയത്ത് പറഞ്ഞവരാണ്. റബ്ബേ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ആൺകുട്ടികൾ, പെൺകുട്ടികൾ, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയിനെ നീ സ്വീകരിക്കണേ അല്ലാ. ലോകത്തിലെ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ പല പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ആ സങ്കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ഉസ്താദേ ദുആരക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കമന്റായി എഴുതാറുണ്ട്. പലർക്കും കമന്റ് എഴുതാൻ അറിയില്ല. ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ആരെല്ലാം ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ ദുആ ആക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ, ഫർളായ കാര്യങ്ങൾ ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് നിന്റെ സ്വർഗം കണ്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. പോയവർക്ക് ഇനിയും പോവാനും പോകാത്തവർക്ക് ഒരുപാട് വട്ടം പോവാനും നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട സമയത്ത് നീ നിർവഹിച്ചു തരണേ അല്ലാ. എല്ലാവിധ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മക്കൾ ആക്സിഡന്റിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാനുള്ള വിധി തരണേ അല്ലാ. മദീനയിൽ ചെന്ന് സലാം പറയാനുള്ള വിധി തരണേ അല്ലാ. പുണ്യമായ റജബ് മാസത്തിന്റെ സുന്ദരമായ ദിനങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ശഅബാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. റമളാൻ മാസത്തെ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തം തരണേ അല്ലാ. ഈമാനും ഇഖ്ലാസും തഖ്വയും സൂക്ഷ്മതയും തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ മരണപ്പെട്ട 6 അടി മണ്ണിലേക്ക് കിടക്കുമ്പോൾ ഖബറിൽ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ ദിക്റുകളൊക്കെ കൂട്ടാക്കി തരണേ അല്ലാ. മഹ്ശറിൽ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസല്ലി അലാ ജമീഅൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, സിഹത്തുള്ള നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരസ്പരം ദുആ രക്കണം കേട്ടോ ഇൻഷാ അല്ലാഹ്. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.